ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. പുറത്തേക്ക് പോകാൻ ഞാൻ ഇറങ്ങുന്നു. ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. എൻ്റെ കൂടെ അനിക്കുട്ടിയും നമ്മളുടെ സരസ്വതി മോളും ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു കഫേയിലേക്കാണ് പോകുന്നത്. അമ്പലമുക്ക് ഭാഗത്തുള്ളൊരു കഫേയാണ്. നല്ല ഒരു ഡിഫറെൻറ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്കും. കഫേസ് എന്ന് പറയാൻ നോർമലി പേസ്ട്രീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഷോർട്ട് ഈറ്റ്സ്. ഇവിടെ പാസ്ത പോലെയുള്ള കാര്യങ്ങളും മെയിൻ ഡിഷസും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുവും വിഷ്ണുവൊക്കെ നേരത്തെ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം പോവുകയാണ്. കഫേയുടെ പേര് ലഫോർണോ എന്നാണ്. അത് അമ്പലമുക്കാണ് ലഫോർണോ. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകണം. കുഞ്ഞിനെയും കൂടിയൊക്കെ എടുത്തിട്ട് പോവാം. അനുക്കുട്ടിയും കുഞ്ഞും വരാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നോക്കിയാൽ KSRTC സ്വിഫ്റ്റിൻ്റെ ഡബിൾ ഡക്കർ ഓപ്പൺ ഡെക്ക്. ഇപ്പോൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെയാണ്. സിറ്റി ടൂർ നല്ല രസമുണ്ട്. തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി. ഓക്കെ, ഓപ്പൺ ഡെക്കായിട്ട് അടിപൊളി. അതാണ് ഇതൊരു ബസ് നമ്മൾ കാണുന്നു ഓൺ ദ വേ. സിറ്റി മുഴുവൻ കറങ്ങി നടക്കാം ഇതിൽ കയറിയാൽ. ഓക്കെ, നമ്മൾ അന്വേഷിച്ച് വന്ന കഫേ ഇതാണ്. ലഫോർണോ കഫേ, ദ സീക്രട്ട് ഒബ്സെഷൻ്റെ ഇതാണ്. എത്തിക്കഴിഞ്ഞു. ഇത് അമ്പലമുക്ക്, ട്രിവാൻഡ്രം അമ്പലമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞ് ഇച്ചിരി താഴേക്ക് വരുമ്പോൾ സാന്ത്വന ഹോസ്പിറ്റലിൻ്റെ വളരെ അടുത്ത്. ഇവിടെ എന്താ പറയുക, ഇതിനകത്ത് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്ലി ബേക്ക്ഡ് ഫുഡ്സിൻ്റെ ഒരു മണമാണ്. ബേക്കറി, ദറ്റ്സ് ബ്രെഡ്സും പേസ്ട്രീസും. ആഹാ, ഓക്കെ. അപ്പോൾ നമ്മൾ ലഫോർണോ കഫേയുടെ ഉള്ളിലാണ്. ഇതാണ് ഇതിൻ്റെ ഊണർ, ശ്രീമതി അനില. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. വന്നപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് എനിക്കിഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈം വരികയാണ്. അനുക്കുട്ടിയെല്ലാം നേരത്തെ വന്നിട്ടുണ്ട്, വിഷ്ണുവും ഒക്കെ. അപ്പോൾ ഇന്ന് സരസ്വതി മോളുടെ ഫസ്റ്റ് വിസിറ്റാണ്. വീട്ടിൽ നിന്ന് ഒരു ആദ്യമായിട്ടൊരു കഫേയിലേക്കാണ് അല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഇതൊരു കുറച്ച് തിരക്ക് കുറഞ്ഞ സമയം നോക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്കിലും കുറച്ചൊക്കെ ആൾക്കാരുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സാറ്റർഡേ സൺഡേസ് ഒക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ബേക്കറി മെനു ഒരുപാടുണ്ട്. എനിക്ക് കൂടുതൽ അതൊക്കെ ഇഷ്ടം. ഫ്രഷ് ഫ്രം ദി ഓവൻ. പിന്നെ സ്വീറ്റ് പൈസ്, ടാർട്ട്സ്, കുക്കീസ്, സേവറി ആയിട്ടുള്ള പൈസ് അല്ലേ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ മെയിൻസ് വെജും ഉണ്ട് അല്ലേ. ഇപ്പോൾ വെജിറ്റേറിയൻ ഈ ഒരു നോയമ്പ് കാലമാകുമ്പോൾ എല്ലാവർക്കും വെജ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതും ഉണ്ടെന്ന് മനസ്സിലായി. റോസ്റ്റഡ് ഇതിപ്പോൾ എന്തൊക്കെയാണുള്ളത് മെയിൻസിൽ? ഇത് വെജിറ്റേറിയൻ ആണ്. റോസ്റ്റഡ് ബ്രോക്കോളി ആൻഡ് കോളിഫ്ലവർ പൊളനൈസ്. ഇത് റോസ്റ്റഡ് ബ്രോക്കോളി വിത്ത് കുറച്ച് വെജിറ്റബിൾസ്. മെയിൻ കോഴ്സ് ആണ്. പിന്നെ ഉള്ളത് വെജിറ്റേറിയൻ നമ്മുടെ സാൻഡ്വിച്ച് പനീനീസിലുണ്ട്. വെജിറ്റബിൾ പനീനി ഉണ്ട്, ചിക്കൻ പനീനി ആൻഡ് റോസ്റ്റ് ബീഫ് പനീനി. പിന്നെ ഇതിൽ ചിക്കൻ പാർമസൻ ഉണ്ട്, പിന്നെ ക്ലാസിക് ഫിഷ് ആൻഡ് ചിപ്സ്. ഓക്കെ, ഏത് ഫിഷ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യണേ? മാഹി. ഓക്കെ ഓക്കെ. പിന്നെ ഇത് ഫില്ലേ മീനിയോൺ. ഓക്കെ, ബീഫിന്റെ ഐറ്റം. ഓക്കെ. പിന്നെ ഇവിടെ പാസ്താസ് ഉണ്ടല്ലേ, നിങ്ങൾക്ക് കുറേ പാസ്ത ഡിഷസ് ഉണ്ട്. വാൾനട്ട് പെസ്റ്റോ പാസ്തയാണ് നമ്മുടെ ഏറ്റവും മൂവിങ് അല്ലേ, ബെസ്റ്റ് അല്ലേ. വാൾനട്ട് പെസ്റ്റോ പാസ്ത, പെസ്റ്റോ ക്രീം വെച്ചിട്ടുള്ള വാൾനട്ട്സ് അടിച്ചിട്ട് ഒരു നല്ല ഐറ്റമാണ്. അത് സ്പെഗാറ്റിയിലും ഉണ്ട്, പെന്നയിലും ഉണ്ട്. ഓക്കെ. പിന്നെ ആൽഫ്രെഡോ ഉണ്ട്. ഓക്കെ. പിന്നെ അറബിയാത്ത ടൊമാറ്റോ ബേസ്ഡ്. പിന്നെ ബൊളോനീസ് ഉണ്ട്, ലസാനിയ ഉണ്ട്, ബൊളോനീസ്. ഓക്കെ. അപ്പോൾ ഇറ്റാലിയൻ നല്ല നല്ല വിഭവങ്ങൾ, അതായത് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന പോപ്പുലർ ഇറ്റാലിയൻ ഡിഷസ് എല്ലാം നമുക്കിവിടെ കിട്ടും. നിങ്ങളുടെ ഈ ഒരു കഫേയെക്കുറിച്ച് നല്ല പേരാട്ടോ പുറത്ത്. ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ എപ്പോഴും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് വരാൻ സമയം കിട്ടിയില്ല, എൻ്റെ മക്കളെല്ലാം വന്നിരുന്നു. അതാണ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വരണം എന്നൊരു ഫീലിംഗ് ആയിരുന്നു.
പിന്നെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബേക്കറി ഐറ്റംസ് എല്ലാം നമ്മൾ ഫ്രഷ്ലി മെയ്ഡ് ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം പ്രീമിയം ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. പിന്നെ സൂപ്സ്, ആപ്പിറ്റൈസർ, സാലഡ്സ് ഉണ്ട്. ഓക്കെ, ഇത് ഈ നോമ്പ് കാലത്തൊക്കെ സാലഡ്സും പിന്നെ വെജ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കുമല്ലോ. ആൾക്കാർക്ക് ഒരു ചേഞ്ച് ഓഫ് സീൻ അല്ലേ. എപ്പോഴും നമ്മൾ വെജ് ഐറ്റംസ് നമ്മൾ അതെ നാടൻ കഴിച്ചൊരു സാച്ചുറേഷൻ എത്തുമ്പോൾ നമുക്കൊരു ചേഞ്ചിന് വരാം. പ്രത്യേകിച്ച് അടുത്തല്ലേ ഇവിടെയൊക്കെ ആകുമ്പോൾ താമസിക്കുന്നവർക്ക് വന്നിട്ട് അത്യാവശ്യം റീസണബിളാണ് എല്ലാം. ഞാൻ ഇതൊക്കെ നോക്കുമ്പോഴും നൈസ്. തോഫൂൻ്റെ ഒക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, കുടിക്കാൻ ആദ്യം കോൾഡ് കോഫി അതിൻ്റെ ഒരു ഏരിയ ആണ്. പൈനാപ്പിൾ, ഗ്രീൻ ചില്ലി ആൻഡ് ഹണി. അയ്യാ, കോൾഡ് കോഫി രണ്ടാമത് കഴിക്കാം. ആദ്യം ഒരു ഫ്രഷ് ജ്യൂസിനകത്ത് കോൾഡ് പ്രസ്ഡ് ജ്യൂസസ് ആൻഡ് ബ്ലൻഡ്സ്. ഇതിലൊരു പൈനാപ്പിളും ഗ്രീൻ ചില്ലി. അപ്പോൾ അത് കുറച്ചൊരു എരിവും മധുരവുമായിട്ട് അല്ലേ, ഒരു സാർ ആൻഡ് സ്പൈസി ആൻഡ് സ്വീറ്റ് അങ്ങനെ. ഓക്കെ, അനുകുട്ടിക്ക് ഏതാ? കോൾഡ് കോഫി. ആദ്യമേ കോൾഡ് കോഫി. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ വന്നു കഴിഞ്ഞു. ഇനി ഇതെല്ലാം കഴിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ബ്ലൂബെറി ചീസ് കേക്ക്. യാ, ബേക്ക്ഡ് വൺ, ബേക്ക്ഡ്. ഇത് മാക്രോൺസ് ആണ്, ഹേസൽനട്ട് ചോക്ലേറ്റ് ഫില്ലിംഗ്, ഡബിൾ കളർ, ഡബിൾ ഷെയ്ഡാണ്. ഹേസൽനട്ട് ചോക്ലേറ്റ് ഫില്ലിംഗ് ആണ്. ആൻഡ് ദിസ് ഇസ് മൂസാണോ? ഓ, ബെൽജിയം ചോക്ലേറ്റ് മൂസ്. എന്ത് നല്ല പ്രസൻറ്റേഷനാണ് നോക്കിയാൽ. ബ്യൂട്ടിഫുൾ ഇതാണ്. സ്ട്രോബെറി ടാർട്ട്, അതിങ്ങനെ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ദിസ് ഇസ് ക്രൊസാൻറ്റ്, ആൽമണ്ട് ക്രൊസാൻറ്റ്. അത് നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ആൽമണ്ട്. ഇത് ഇവിടുത്തെ ഏറ്റവും മൂവിങ് ഐറ്റംസ് ആണ് ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്നത്. ഓ, ഞാനൊരു സ്വീറ്റ് ടൂത്തുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷം നിങ്ങൾക്ക് ഊഹിക്കാം. ഇത് വൺ മോർ ടാർട്ട്. ദിസ് ഇസ് ടാർട്ടാണ്, ഹിന്ദു ടാർട്ട് എന്ന് പറയുന്നത്. അതാ പറഞ്ഞല്ലേ. ഓക്കെ, റന്ദുജ ടാർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഹേസൽനട്ടും ദിസ് ഇസ് ക്രീമാണ്. ഓക്കെ, റോസ്റ്റഡ് ഹേസൽനട്ടിൻ്റെ ചോക്ലേറ്റ് സ്റ്റഫിംഗ് ആണ്. ഇത് ഭയങ്കര മൂവിങ് ആണ്, ഇവിടുത്തെ ഭയങ്കര ഒരു ഐറ്റമാണ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഇനി കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് സ്വീറ്റ്, ഇനി സേവറി ആയിട്ടുള്ള കാര്യങ്ങൾ, മെയിൻ ഡിഷ്. ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ കഴിക്കാൻ പോകണം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. കഴിക്കാൻ അനുക്കുട്ടിയുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടി കഴിക്കുന്നത്. നമ്മുടെ സരസ്വതി മോളുണ്ട്. സരസ്വതി മോൾ ഇപ്പോൾ ഉണർന്നിരിക്കുക. ഇച്ചിരി ഉറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു കോട്ടിൽ കടുത്ത് ഇവിടെ പ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. കോൾഡ് കോഫി ആൻഡ് ദിസ് ഇസ് പൈനാപ്പിൾ ചില്ലി ആൻഡ് ഹണി. പൈനാപ്പിൾ ചില്ലി ആൻഡ് ഹണിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. കാരമലൈസ് പൈനാപ്പിൾ ടോപ്പിംഗ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്വീറ്റ്, സാർ ആൻഡ് ലിറ്റിൽ സ്പൈസി അങ്ങനത്തെ ഒരു. ഇത് ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ളൊരു പൈ ആണ്. ഇത് സ്പിനച്ച് ആൻഡ് കോൺ പൈ. നല്ല സോ മൈ ഗോഡ്, നോക്കി ആ ഒരു പൈ ബേസൊക്കെ എന്ത് സോഫ്റ്റാണ് നോക്കിയേ. ഇത് അതിങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്പിനച്ച് ആൻഡ് കോൺ. ഇറ്റ്സ് വെരി നൈസ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. ആദ്യം നമ്മുടെ ജ്യൂസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ, ചില്ലീസ് ആൻഡ് ഹണി. അപ്പോൾ അങ്ങനെ ഒരു സ്വീറ്റ്, സേവറി ആൻഡ് ഒരു ചില്ലി ആൻഡ് മധുരം എല്ലാം കൂടി ചേർന്ന് വരുന്നത് എന്ത് രസം അറിയാമോ. ഭയങ്കര റിഫ്രഷിങ് ആൻഡ് നൈസ്. നമ്മുടെ പൈ ഇത് വെജാണ്. നമ്മുടെ പാലക്, സ്പിനച്ച് ആൻഡ് കോൺ. ചീസി അയ്യോ രക്ഷയില്ല. ആ ഒരു പൈ ബേസും എക്സലൻറ്റ്. ഇനി അടുത്ത കാലത്തൊന്നും ഇത്ര നല്ല പൈ കഴിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. നമ്മൾ വീട്ടിൽ നമ്മൾ ചെയ്താൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു കെയറിലാണ് ചെയ്തതെന്ന് തോന്നുന്നു. എക്സലൻറ്റ്. ഹോട്ട് ആകുമ്പോൾ ഡബിൾ ടേസ്റ്റാണ്. ഫ്രഷ് കോൺസും സ്വീറ്റ് കോൺ ആൻഡ് സ്പിനാഷ്. അപ്പം നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഇപ്പോൾ വെജിറ്റേറിയൻസിന് പറ്റിയ കാര്യമാണ് ഈ ഒരു സമയത്ത്. എനിക്കൊണ്ട് നോൺ വെജിനെക്കാട്ടിലും ടേസ്റ്റ് തോന്നുന്നുണ്ട്. എന്നാൽ ഓവർ ചീസി അല്ല, കറക്റ്റ് നമുക്ക് എല്ലാത്തിൻ്റെയും ആ ഒരു ബ്ലെൻഡ് അറിയാൻ പറ്റുന്നുണ്ട്. അനുകുട്ടി കൂടെ ഉണ്ട്, ഓപ്പോസിറ്റ് ചെയ്യുകയാണ്, കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ
നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അവിടെ കോൾഡ് കോഫിയും കുടിച്ച് കുഞ്ഞിന് പാലും കൊടുത്തുകൊണ്ട് അവിടെ ഉഗ്രൻ കോൾഡ് കോഫി എന്ന് അവിടെ സെറ്റ്. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുമെങ്കിൽ ഒരു കോൾഡ് കോഫി കൂടെ കുടിക്കണം. സോ റിഫ്രഷിങ്. ഇനി ഇവിടുത്തെ ഏറ്റവും മൂവിങ് ഐറ്റം എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഐറ്റം അവരുടെ ക്രൊസാൻ്റാണ്. ഇത് ആൽമണ്ട് ക്രൊസാൻഡ്. ഇവിടുത്തെ ആൽമണ്ട് ക്രൊസാൻ്റെ അകത്തെ സ്റ്റഫിങ് നോക്കിക്കോളൂ, ഫുൾ ആൽമണ്ടാണ്. ഇത് ആൽമണ്ട് ഒരു സോസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓ മൈ ഗോഡ്. അതിങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ്. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടോ കേട്ടോ. ഇറ്റ്സ് ടു ഗുഡ്. നല്ല ഫ്ലേക്കി ആയിട്ട് തന്നെയാണ് ക്രോസോണിൻ്റെ എക്സ്റ്റീരിയറും എല്ലാം. ആൻഡ് ദ ഫില്ലിങ് ഇൻസൈഡ് നോക്കിയാൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇങ്ങനെ ആലോചിക്കണം, വേറൊരു ഫീലിലിരിക്കുകയാണ്. അത്രയ്ക്ക് എനിക്ക് കുറച്ച് സ്വീറ്റ്സ് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് ആ ഫില്ലിങ്ങിന്. സട്ടിലായിട്ടുള്ളൊരു നല്ല ആൽമണ്ട് ടേസ്റ്റ്. എന്തൊക്കെയായത്? സിപ്പി ആൻഡ് ചീസ് അറാൻസിനി വിത്ത് ടൊമാറ്റോ ബേസിൽ. ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്നത് ഇത് എന്താ വെച്ചാൽ സ്വീറ്റ് പീ ആൻഡ് ചീസ് അറാങ്കനി വിത്ത് ടൊമാറ്റോ ബേസിൽ ടിപ്പ്. അതാണ് ഇത്. റൈസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഓക്കെ, ഇതൊരു പ്യോർ വെജ് ആയിട്ടാണ്. പീസ് ആൻഡ് സ്വീറ്റ് പീയും ചീസെല്ലാം വരുന്ന റൈസും എല്ലാമാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ സംഭവം. നല്ല ക്രിസ്പി ആൻഡ് ഹോട്ട്. കോമ്പിനേഷൻ ഈ ഡിപ്പൊക്കെ എക്സലൻ്റ്. ആ ബേസിലിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ടായിരിക്കും. വെരി നൈസ്. ഇതൊക്കെ സ്റ്റാർട്ടേഴ്സ് ആട്ടോ. ഞാൻ ഒരുപാട് സ്റ്റാർട്ടർ കഴിച്ച അവസാനം എനിക്ക് മെയിൻ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഫുള്ളാകും മിക്കവാറും. പിന്നെ എനിക്ക് കുറച്ച് ഡിസേർട്ട്സ് കഴിക്കാനുണ്ട്. സത്യം. സോ നൈസ്. വെജിറ്റബിൾസിന് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇഷ്ടമില്ല. ഓക്കെ, പെരി പെരി ചിക്കൻ വിങ്സ്. ഓക്കെ, ഇറ്റ്സ് എ ബേക്ഡ് അല്ലേ? ദിസ് ഇസ് പെപ്പർ. ഇത് പെപ്പർ ഗ്ലേസ് ആണ്. പെപ്പർ ഗ്ലേസ്. ഇത് ഇച്ചിരി സ്പൈസി ആയിരിക്കും. ഓക്കെ, മയോ ബേസ്ഡ്. ഓക്കെ, അപ്പോൾ ഇത് ചിക്കൻ വിങ്സ് ബേക്ഡ് ആണ്, ഫ്രൈഡ് അല്ല. ഓക്കെ, ചോദിക്കും അല്ലേ നിങ്ങൾ? ഓക്കെ, ഫ്രൈഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് കൊടുക്കും ഓപ്ഷൻ, അല്ലെങ്കിൽ ഇതുപോലെ ബേക്ഡ് ആണ്. ബേക്ഡ് ആണ് കുറച്ചുകൂടെ ഹെൽത്തി വേർഷൻ അല്ലേ? ഇതിപ്പോൾ ഡിപ്പ് ഏത് ഡിപ്പ് വേണമെങ്കിലും ആകാം. ചിക്കൻ വിങ്സിൽ സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്രഷ് ഉണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഈ ചിക്കൻ്റെ വിങ്സ് കഴിക്കുമ്പോൾ. വെരി നൈസ്. എന്നുവെച്ചാൽ സ്പൈസി ഡിപ്പിലൊന്ന് ടച്ച് ചെയ്യാം. അത്യാവശ്യം നല്ല സ്പൈസി. ചിക്കൻ വിങ്സ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ മാറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ് ഇത് വരുന്നത്. നല്ലല്ലേ പൈയെല്ലാം നല്ലൊരു ആ ബേസ് എക്സലന്റ്. ഇങ്ങനെ വരുന്നില്ലേ പൊടിഞ്ഞ് നല്ലതായിട്ട് ക്രംസ് പോലെ. അത്ര നല്ല പൈ ആ ഒരു ബേസാണ്. അപ്പോൾ മെയിൻ കോഴ്സ് വന്നു തുടങ്ങി. ഇതേ പാസ്ത. ദിസ് ഇസ് വാൾനട്ട് പെസ്റ്റോ സോസ്. ഇത് പെന്നെ എടുത്തിരിക്കുന്നത് അല്ലേ? അത് വേണമെങ്കിൽ സ്പാഗറ്റിയിലും ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതൊരു പെസ്റ്റോ സോസിൽ വിത്ത് വാൾനട്ട്സ് ആണ്. വെജ് വേണമെങ്കിൽ വെജ് തരും ടോപ്പിങ്. ഇതിപ്പോൾ ചിക്കനാണ്. പിന്നെ വേറെ എന്തൊക്കെ കൊടുക്കും? ബീഫ് ടോപ്പിംഗ് ഉണ്ട്. ഓ, സീ ഫുഡ് ചോയ്സസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ചിക്കൻ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, പെസ്റ്റോ സോസ് ക്രീം ആൻഡ് വാൾനട്ട്സ് പെന്നെ പാസ്ത. പെന്നെ ഷേപ്പിലുള്ളതാണ് പെന്നെ പാസ്ത. അതിങ്ങനെ ഇരിക്കുന്നത് കണ്ടോ? ഇതാണ് ഫ്രഷ്ലി മേഡ്. ഭയങ്കര ചൂടായിട്ട് വിത്ത് ചിക്കനാണ് കേട്ടോ. ഞാൻ ചിക്കനാണ് പറഞ്ഞത്. ധാരാളം വാൾനട്ട്സ് ഉണ്ട്. പാസ്ത ഇസ് ഗാർലിക് ഉണ്ട്, ബേൺ ഗാർലിക്. നിറച്ച ചീസൊക്കെ ഉണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. നൈസ്, വെരി നൈസ്, വെരി നൈസ്. എല്ലാം ഞാൻ കുറച്ച് കഴിക്കുന്നുള്ളൂ. കാര്യം എനിക്ക് എല്ലാം കഴിക്കണം. സോ ഐ വോണ്ട് ടു ഹാവ് എവറിത്തിങ്. ഈ പാസ്ത ഇപ്പോൾ പെന്നെ ഷേപ്പ് ഇതായതുകൊണ്ട് അല്ല, നിങ്ങൾക്ക് സ്പാഗറ്റിയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അതിൽ ചെയ്ത് തരാം.
എന്ത് ക്രീമിയാണ്, നല്ല ആ പെസ്റ്റോ സോസൊക്കെ നല്ല ഫ്ലേവർ. ഇത് അടുത്ത ഒരു മെയിൻ കോഴ്സാണ്. കാണുമ്പോൾ തന്നെ എന്താ ഭംഗി എന്ന് പറയുക, ബ്യൂട്ടിഫുൾ പ്രസൻറ്റേഷൻ, നോ ഡൗട്ട്. അപ്പോൾ ഇതൊക്കെ ബ്രൊക്കോളി, ദിസ് ഇസ് ബ്രൊക്കോളി ആൻഡ് ഫ്രൈഡ് ആണ് അല്ലേ, അത് റോസ്റ്റഡ് ബ്രൊക്കോളി, ഓവൻ റോസ്റ്റഡ് ആണ്. അപ്പോൾ ഓയിലിൻ്റെ പരിപാടി ഇല്ല, വളരെ ഹെൽത്തിയാണ്. ആൻഡ് ഇതൊരു സോസാണ്, ദറ്റ് ഇസ് മോർണൈ സോസ്. പിന്നെ സ്പെഗറ്റി ഇതിപ്പോൾ മാരിനാര സോസിൽ വെച്ച് സോട്ട് ചെയ്തെടുത്തിരിക്കുന്നു. ആൻഡ് ദിസ് ഇസ് ഗ്ലേസ്ഡ് വെജീസ്, വെരി ഹെൽത്തി. ഇത് കഴിച്ചാലൊരു, ഇത് മെയിൻ കോഴ്സ് ആണല്ലോ, ഇത് കഴിച്ചാൽ ഇത് തന്നെ ധാരാളം മതി. ഒരു ഫുൾ മീൽ കഴിച്ചാൽ ഒരു സുഖമാണ്. സ്റ്റാർട്ടറും ഇതും, ഈ സ്റ്റാർട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കഴിച്ചാലും ഓക്കെയാണ്. ഇത് റോസ്റ്റഡ് ബ്രോക്കലിയാണ്, ബ്രെഡ് ക്രംസും ഒക്കെ ആയിട്ട് നല്ല ചീസി ആയിട്ടുള്ള മോർണ സോസ്. എന്ത് റിച്ചാണ് നോക്കിയേ, നൈസ്. പക്ഷേ ഹെൽത്തിയാണ്. റിച്ച് മീൻസ് നോട്ട് ഓയിൽ ഫ്രൈഡ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഗംഭീരം. അതിനൊരു സൈഡിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പോഴും പാസ് ചെയ്ത് ഞാൻ സ്പെഗറ്റിയിലെത്തി. ആൻഡ് ദി ഗ്ലേസ്ഡ് വെജീസ്, ക്യാപ്സിക്കം, കോഴ്സറ്റ്, ക്യാരറ്റ്സ്, ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് മാഞ്ചസ്റ്റർ ഡേയ്സാണ് ഓർമ്മ വരുന്നത്. ഇങ്ങനത്തെ വെജിറ്റബിൾസ് അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ട്. സൂപ്പർ കോമ്പിനേഷൻ. ഗ്ലേസ്ഡ് വെജിറ്റബിൾസും റോസ്റ്റഡ് ബ്രൊക്കോളി എല്ലാം കൂടി വെരി ഹെൽത്തി ആൻഡ് ടേസ്റ്റി. രക്ഷയില്ല. ഞാനും ഇത് കഴിഞ്ഞ് അടുത്തല്ലേ കയറാൻ പോകുന്നേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ കഴിച്ച കാര്യമാണ് ഇവിടുത്തെ പാസ്ത. അനുവിൻ്റെയും വിഷ്ണുവിൻ്റെയും 7th മന്ത്. വിഷ്ണുവിനും സ്വിഗ്ഗി. ഞാൻ വിഷ്ണുവിൻ്റെയും അനുവിൻ്റെയും ഫേവറേറ്റ് സ്പോട്ട് തന്നെയായിരുന്നു ഇത്. ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടാണ് അല്ലേ, വൺ ഓഫ് ദ ബെസ്റ്റ്. ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് കാരമലൈസ്ഡ് ഗ്രീൻ ആപ്പിൾ വിത്ത് ടോപ്പിംഗ് വെച്ചിട്ട് സ്റ്റഫിങ്ങും ഉണ്ട് അല്ലേ. ഓ, കാരമലൈസ്ഡ് ഗ്രീൻ ആപ്പിൾ സ്റ്റഫിങ്ങും ഉണ്ട്. ഇത് ഇവരുടെ വളരെ ഫേമസ് ആണ്, ഇവരുടെ ടോസ്റ്റ്, ഫ്രഞ്ച് ടോസ്റ്റ്. ഓ, നിങ്ങൾ തന്നെ ബേക്ക് ചെയ്യണ ഓൺ ബ്രെഡ്. ഇതിപ്പോൾ ആപ്പിൾ കാരമലൈസ്ഡ് ആണ് സ്റ്റഫിംഗ് ആയിട്ടും ടോപ്പിംഗ് ആയിട്ടും. അതിന് പകരം മിക്സ്ഡ് ബെറീസ് വെച്ചിട്ടുള്ള ടോപ്പിംഗ് ആൻഡ് ഫില്ലിംഗ് ഉണ്ടെന്ന് പറയുന്ന ഓപ്ഷൻ. ദിസ് ഇസ് ദ ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത്. ഇതൊരു വലിയ സംഭവമാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതൊരു ഫോട്ടോ എടുക്കല്ലേ നോ. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ, നല്ല രസമുള്ള പ്രസൻറ്റ്. ഈച്ച് ആൻഡ് എവറി ഡിഷ് എല്ലാത്തിനും ഒരു ഭംഗിയായിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഭംഗി നന്നായിട്ടുണ്ട്. ഫുഡ് ഫോട്ടോഗ്രാഫി അതിനുവേണ്ടി ഇത് കണ്ടാൽ കട്ട് ചെയ്യാനേ തോന്നില്ല കേട്ടോ, വളരെ വിഷമത്തോടു കൂടിയാണ് കട്ട് ചെയ്യുന്നത്. സോ ഹാവ് ടു കട്ട് ഇറ്റ്. അകത്ത് സ്റ്റഫിംഗ് ഒക്കെ ഉണ്ട്, അവിടെ വരെ എത്തിയിട്ടില്ല ഞാൻ. സിനമണൊക്കെ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ സിനമൺ കോമ്പിനേഷൻ എപ്പോഴും നല്ലതാണ്. ഇവരുടെ ബേക്ക്ഡ് ബ്രെഡാണ്, നല്ല ഫ്ലഫി നൈസ് അല്ലേ. കാരമലൈസ്ഡ് ആപ്പിൾ ഇസ് സോ ഗുഡ്, അടിപൊളി. ക്രീം ഇങ്ങനെ ഒരു നമ്മൾ ഡ്രൂൾ ചെയ്യാൻ പറയില്ലേ, അങ്ങനെ ഭയങ്കരമായിട്ടും. നോക്കിയേ സ്റ്റഫിങ് നോക്കൂ, കാരമലൈസ്ഡ് ആപ്പിൾ സ്റ്റഫിങ് വിത്ത് ദ ക്രീം. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യണം കേട്ടോ, അതിൽ ഫ്രഷായിട്ട് കഴിക്കണം. നമ്മൾ ഇത് സ്വിഗ്ഗിയൊക്കെ പറഞ്ഞ് നമ്മൾ ടേക്ക് അവേ തന്നാലും അത്രയും നന്നാവില്ല. ഇവിടെ വന്ന് തന്നെ കഴിക്കണം, പിന്നെ ഹോട്ടായിട്ട്. വെരി നൈസ്. ഇത് ഇനി ഞാനും കൂടുതൽ കഴിക്കുകയാണ്. വയറ് കരയുന്നു. മതിയാക്കൂ എന്ന് പറയുന്നു. ഇത് ഒരു മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് ഇങ്ങനത്തെ സ്റ്റഫിങ് ഒക്കെ ആയിട്ട്. ഇത് കാരമലൈസ്ഡ് ആപ്പിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെറീസ് വെച്ചിട്ടുള്ള സ്റ്റഫിങ് ആയിട്ട് രക്ഷയില്ല. ഇത്ര തിക്കാണ് കേട്ടോ. ഇവിടുത്തെ ബ്രെഡാണ് ഇവർ ബേക്ക് ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ മറ്റൊരു സിഗ്നേച്ചർ ഐറ്റമാണ് പനിനി. പല ടൈപ്പ് ഓഫ് പനീനീസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് സ്റ്റഫിങ്. ഇതിപ്പോൾ പ്രോൺസിൻ്റെ ഉണ്ടാവും അല്ലേ, എന്തൊക്കെയുള്ളത്? ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, വെജ് ഉണ്ട്. ഫൊക്കാഷ്യോയിൽ ചെയ്യാം. ഫൊക്കാഷ്യോ ബ്രെഡ് ആകാം, അല്ലെങ്കിൽ സോർഡോയിൽ ചെയ്യാം, നോർമൽ ക്ലാസിക് ക്രോസാൻ ചെയ്യാം. ഏതാണെങ്കിലും ഈ ബ്രെഡ്സ് ചൂസ് ചെയ്യാനുള്ള നമുക്ക് ചോയ്സ് ഉണ്ട്. അതിനകത്ത് സ്റ്റഫിങ് ആണെങ്കിൽ
ബീഫിൻ്റെ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ആൻഡ് വെജ് വേണമെങ്കിൽ വെജും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അത് വിത്ത് ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ഡിപ്സായിട്ട് വരും. ഇത് ഒരു ഫുൾ ആയിട്ട് ഫില്ലിങ്, നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഇതാണ്. ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസ് റേഞ്ചൊക്കെ വരിക? ഇത് 350 റേഞ്ചാണ് അല്ലേ? ഓക്കെ. എന്നാലും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരു 180, 200 റേഞ്ചിൽ കുറേ കാര്യങ്ങളുണ്ട്. 180 ഇതൊക്കെ അങ്ങനത്തെ റേഞ്ച്. പക്ഷേ ഭയങ്കര റീസണബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. വെരി നൈസ്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കഴിക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, എന്താ പറയുക, റീൽസ്, ഒന്നും രക്ഷയില്ല കേട്ടോ. ഭയങ്കര സൂപ്പർ. എൻ്റെ മുഖം കാണുമ്പോൾ അറിയാമല്ലോ, നമ്മളെല്ലാം വളരെ ഹാപ്പിയാണ്. ഞാനും എൻ്റെ കുട്ടി ഹാപ്പിയാണ്. അപ്പോൾ ഇനി മോളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരാം. അന്നേരം അവർ വരുമ്പോൾ വരാം. അവർക്കിഷ്ടമാവും. അവർക്കിഷ്ടമാവും. അനു തുടങ്ങാം. ഇത് അയ്യോ, ഇത് ചീസ് കേക്ക്, ബ്ലൂബെറി ചീസ് കേക്ക്. ഇത് ഹേസൽനട്ട് ഫില്ലിംഗ് ആണ്. മാക്രോൺസ്, ഡബിൾ കളർ, ഡബിൾ ഷെയ്ഡഡ് മാക്രോൺസ്. ആഹാ, മെൽറ്റിംഗ് ഇൻ മൈ മൗത്ത്. എക്സലൻറ്റ് മാക്രോൺസ്. അയ്യോ, എന്ത് ടേസ്റ്റാണ്. ഫിനിഷ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വരണം നോക്കും. വെരി ടേസ്റ്റി. ടു ഗുഡ്. വിഷുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഡെസേർട്ടിൽ ചീസ് കേക്ക്. മോനെ ശരിക്കും ഇപ്പോൾ മിസ് ചെയ്യും. നമ്മളിതെല്ലാം ഡിസേർട്ട്സിൻ്റെ ആളാണ് വിഷ്ണു. ലങ്കൂജ ടാർട്ട്, ഹേസൽനട്ട് ഫില്ലിംഗ് ആണ് അല്ലേ? ഓക്കെ, ഹേസൽനട്ട് ഫില്ലിംഗ് ആൻഡ് ചോക്ലേറ്റ് എല്ലാം കൂടി വരുന്നത് ലങ്കൂജ ടാർട്ട്. ഇത് കഴിയുമ്പോൾ തന്നെ ഒരു 1 കിലോ എങ്കിലും കൂടുമെന്ന് തോന്നും. അങ്ങനെ റെസിസ്റ്റ് ചെയ്യും. എന്ത് ചെയ്യും, ഒരു രക്ഷയില്ല. ടേസ്റ്റി. അയ്യോ, ഭയങ്കര ടേസ്റ്റ്. മസ്റ്റ് ട്രൈ ആണ്. ഡെഫിനറ്റ്ലി യു ഷുഡ് കം ദിസ് പ്ലേസ്. രക്ഷയില്ല. ഞാൻ എന്തുകൊണ്ട് വൈകിപ്പോയെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. എനിക്ക് വലിയ വിഷമം തോന്നുന്നു ഞാൻ നേരത്തെ വരാത്തത്. ഇതുവരെ വരാത്തതിൻ്റെ എല്ലാ ക്ഷീണവും തീർത്തിട്ടുണ്ട്. ഒരു ദിവസം തന്നെ എല്ലാം കഴിച്ച് തീർക്കുകയാണ്. ഇനിയും വരാമല്ലോ. ഇതൊരു ഇൻസ്പിറേഷനാണ് ഇനിയും വരാനായിട്ട്. അയ്യോ, എനിക്ക് എൻ്റെ വയറ് ഫുള്ള്, ഞാൻ സാച്ചുറേഷൻ പോയിട്ട് എത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും നിർത്താണ്ട് ഇതെങ്ങനെ കഴിക്കാതെ പോകുന്നു തോന്നുന്നു. എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇന്നത്തേക്ക് ഞാൻ ചീറ്റ് ഡേ ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇത് അടുത്ത ടാർട്ട് ഇവിടെ വെയിറ്റിംഗ്. ഇത് നശിപ്പിക്കാൻ തോന്നുന്നില്ല. ഇത് സ്ട്രോബെറി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടാർട്ട്. അപ്പോൾ ഇതിനെ മുറിച്ച് വിഷമിപ്പിക്കുന്നില്ല ഞാൻ അതിനെ. ഇത് എഗെയിൻ ചോക്ലേറ്റ് മൂസാണിത്. അങ്ങനെ ഏതാണ്ട് ഫിനാലെ ആയി എന്ന് പറയാമല്ലേ, നമുക്കൊന്ന് അവസാനിപ്പിക്കാനായിട്ടുള്ള ലാസ്റ്റ്. അയ്യോ, ഒരു രക്ഷയില്ല. ഇങ്ങനെ കഴിച്ചിട്ട് ഒരുപാട് ഇത് കംപ്ലീറ്റ് തീർക്കണമെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. ഇത് ബെൽജിയം ചോക്ലേറ്റ് മൂസ്. നൈസ് മൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ എന്താ പറയുക, ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കണം. താഴെ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ബേസ് ഉണ്ട്. ഏത് നമ്പർ 1 നമ്പർ 2 മാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാം മസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എക്സലൻറ്റ്. ഇവിടെ വരേണ്ട ഒരു കഫേയാണിത്. ലാ ഫോർണോ. ആംബിയൻസ് കൊള്ളാം, ഫുഡ് കൊള്ളാം, എവറിത്തിങ് ഈസ് ഗുഡ്. ആൻഡ് അവരുടെ സർവീസും നല്ലതാണ്. ലാ ഫോർണോ പിന്നെ റീസണബിൾ ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. റേറ്റ്സും ഒക്കെ കാര്യം പേസ്ട്രീസൊക്കെ നല്ല പേസ്ട്രീസ് വാങ്ങണമെങ്കിൽ നല്ലോണം പൈസ കൊടുക്കണം പല സ്ഥലത്തും. അപ്പോൾ ലാ ഫോർണോ എന്ന് പറയുന്ന ഈ കഫേ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് ഞാൻ പറയും. ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മൾ പല പേസ്ട്രി ഷോപ്സിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ കാണും ഭയങ്കര ഗംഭീരമായ പ്രസൻറ്റേഷനാണ്. കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നും, കഴിക്കാൻ തോന്നും. പക്ഷേ കഴിക്കുമ്പോൾ എല്ലാത്തിനും ഒരു സ്റ്റീരിയോ ടൈപ്പ് ടേസ്റ്റാണ്. എവറിത്തിങ് ഈസ് ലൈക്ക് വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ ആ ഒരു ക്രീമിഷ് ആ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. ഇത് പക്ഷേ അങ്ങനെയല്ല. ഓരോന്നിനും അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു സിഗ്നേച്ചർ ഉണ്ടെന്ന് പറയാം. അതിനൊരു സെപ്പറേറ്റ് ഫ്ലേവറാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മാക്രൂൺ ആണെങ്കിൽ അതിൻ്റെ ആ ഫില്ലിങ് അത് എൻറ്റയർലി ഡിഫറെൻറ്റ്. പിന്നെ ഓരോ കാര്യം ഇപ്പോൾ ഇത് മൂസ് എടുത്തു കഴിഞ്ഞാൽ അത് എൻറ്റയർലി ഡിഫറെൻറ്റ്. ബെൽജിയം എന്താ എനിക്കൊന്നും എടുത്തു പറയാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയാൻ പറ്റില്ല. എവറിത്തിങ് ഈസ് ഈക്വലി ഗുഡ്. പക്ഷേ ഓരോന്നും ഡിഫറെൻറ്റ് ടേസ്റ്റ്. എക്സലൻ്റ് ആണ്. എനിക്ക് ഈ അടുത്ത കാലത്ത് കഴിച്ച ഇത്തരം ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പ്രെഡായിരുന്നു ഇന്ന് കഴിച്ചത്. എൻ്റെ അഭിപ്രായം അതാണോ? സെയിം പിഞ്ച്.
ഞങ്ങൾക്ക് ഏകദേശം ഈ കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ അയ്യോ എന്ത് കഴിക്കും അയ്യോ എല്ലാം കൂടെ കഴിക്കാനുള്ള സ്ഥലമില്ല വേറെ, അതുകൊണ്ട് ഇങ്ങനെ കഴിച്ച് ആൻഡ് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇനിയും വരണം എന്ന് തോന്നുന്ന ഒരു ഫീലാണ്. സാധാരണ ചില സ്ഥലത്ത് പോയാൽ പിന്നെ വരാനേ തോന്നില്ല. ഇതങ്ങനെയല്ല, വൺ ടൈം ഒരു എക്സ്പീരിയൻസ് അല്ല, യു ഹാവ് ടു കം ബാക്ക് അഗെയിൻ. അപ്പോൾ വന്നിട്ടില്ലാത്തവർ വരിക. ട്രിവാൻഡ്രത്ത് താമസിക്കുന്നവർക്ക് ഈസിയാണ്. ട്രിവാൻഡ്രത്ത് അല്ലാത്തവർ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിക്കോളൂ. എക്സലൻറ്റ്. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ സെർവ് ചെയ്ത് നല്ലതായിട്ട് വെച്ചു. ഓ താങ്ക് യു സോ മച്ച് ഫോർ എന്താ പറയുക നമ്മുടെ കിട്ടിയില്ല, ഇപ്പോഴാണ് എന്നെ കിട്ടിയത്. പക്ഷേ ഇതൊരു വർത്ത് വിസിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതുവരെ വരാത്തതിലൊരു നിരാശയിലിരിക്കുന്നുണ്ട്. പക്ഷേ ആ നിരാശ എല്ലാം തീർന്നു ഇന്നത്തേക്ക് ഒരു വരവോടുകൂടി. നല്ല ഹോസ്പിറ്റാലിറ്റിയും കൂടിയായിരുന്നു. എനിക്ക് കഴിക്കാൻ പറ്റാത്തത്രയുമേ ഉള്ളൂ കുഴപ്പം. ഇതിൽ ഇനി എന്ത് കഴിക്കാമെന്ന് പറഞ്ഞാൽ അത്രയും കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഇനിയും വരാം, പിന്നെ തീർച്ചയായിട്ടും വരാം. എന്തായാലും വളരെ സന്തോഷം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ബ്രെഡ്സിന്റെ സെക്ഷൻ സെപ്പറേറ്റ് നിങ്ങൾ സ്പെഷ്യലിറ്റി ബ്രെഡ്സ്, ബാഗറ്റ്, സാഡോ ബ്രെഡ്. ഓക്കെ, സാഡോ ഒക്കെ ഞങ്ങൾക്ക് ഒന്ന് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ മാത്രമേ സാഡോ ബ്രെഡ് വെരി ഹെൽത്തി, അതിനകത്ത് ഈസ്റ്റ് ഒന്നും ചേർക്കാത്തതാണ്. പിന്നെ ബാഗറ്റ് ഉണ്ട്, പിന്നെ മൾട്ടിഗ്രെയിൻ ബ്രെഡ്, സാൻഡ്വിച്ച് ബ്രെഡ്. ഓക്കെ, ഒരു കാറ്റഗറി ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്. നിങ്ങൾ തന്നെ ബേക്ക് ചെയ്യുന്നത് എല്ലാം ഞങ്ങളുടെ പ്രൊഡക്ഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ ആംബിയൻസും നല്ല ഒരു ഇൻറ്റീരിയറും ഒക്കെയാണ്. അപ്പോൾ ഇത് ഒരു ഫ്ലോർ. ഇനി മേളിൽ ഞങ്ങൾക്ക് അപ്സ്റ്റേഴ്സിൽ ഒരു ഫ്ലോർ ഉണ്ട്. അവിടെ നമുക്ക് ഒരു പ്രൈവറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് 10 people, ഒരു 15 to 20 സീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടി, ഒരു സ്മോൾ ഗെറ്റ് അതിനുള്ള ഫെസിലിറ്റി, അത് പാർട്ടി ഏരിയ പോലെ അല്ലേ? ഓക്കെ, ടീം ലഞ്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ചെറിയ സ്പേസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ലഞ്ചിന് ഒരു സ്മോൾ ഗ്രൂപ്പൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൈ ടീ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇവർക്ക് മേളിൽ സ്പേസ് ഉണ്ട്. ലേഡീസ് ഗ്രൂപ്പൊക്കെ കിറ്റി പാർട്ടിയൊക്കെ നടത്താം അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഞാൻ മനസ്സിൽ വെച്ചേക്കാട്ടോ, എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ ഗെറ്റ് ടുഗെദേഴ്സ്, സ്മോൾ ലേഡീസിന് മാത്രമായിട്ടുള്ള ഈവൻറ്റ്സ് ഉണ്ടാകാം. ഒരു കിറ്റി പാർട്ടി പോലെ എല്ലാവരും മീറ്റ് ചെയ്യുന്നു, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് ഓഫീസ് ഗെറ്റ് ടുഗെദർ. അപ്പോൾ 20 വരെ വരും. 20 വരെ ഇതിൻ്റെ അപ്സ്റ്റേഴ്സിൽ പറ്റും. ഇവർ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വിളിച്ച് സംസാരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇവരുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ് വിളിച്ച് എൻക്വയറി ചെയ്യാം. ഓക്കെ, വിമൻസ് ഡേക്ക് നമുക്ക് ഓഫർ ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് 4 ലേഡീസ് ഓർ അബവ് വന്നാൽ നമുക്ക് 20% ഡിസ്കൗണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ 8th വിമൻസ് ഡേ ആണ്. അപ്പോൾ ആ ദിവസം 4 ലേഡീസും അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. അത് ഇവരുടെ ഓഫറാണ്. ലാഫോർണോ കഫേയുടെ ഓഫറാണ്. അപ്പോൾ അനിലയാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ നമ്മൾ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ വരാത്തവരൊക്കെ വരിക. ഓക്കെ, നല്ലതാണ്. ഞാനങ്ങനെ വെറുതെ പറയാറില്ലല്ലോ, എനിക്കിഷ്ടമായി, അതുകൊണ്ട് തന്നെ പറയുന്നത്. അപ്പോൾ സന്തോഷം. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. ലവ് യു ഓൾ.